ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതോസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കക്ക നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കക്ക ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനിവിടെ 1 കിലോ കക്കയിറച്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കക്കയിറച്ചിയുടെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് കക്കയിറച്ചിയൊക്കെ നന്നായിട്ട് വേവുള്ളൂ. ഇപ്പോൾ ഇത് ഒരു 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് എയർ എല്ലാം പോയതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കക്കയിറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കക്കയിറച്ചി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുമാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 20 അല്ലി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്താണ്, അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മുടെ കക്ക റോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ കൂട്ടുന്നത്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ സവാളയും ചെറിയുള്ളിയൊക്കെ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനായിട്ട് പാടില്ല. ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കളർ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്നുകൂടി വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്ക വേവിച്ചെടുത്ത വെള്ളമാകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും കക്കയിറച്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കക്കയിലെ വെള്ളമൊക്കെ വറ്റി ഈ മസാലയൊക്കെ കക്കയിലൊക്കെ പിടിച്ച് വരുന്ന വരെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതാ കക്കയിറച്ചിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു സമയത്ത് കക്കയിറച്ചിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പും എരിവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെയും എരിവിൻ്റെയും കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ നല്ല കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കക്കിറച്ചി ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, കക്കയൊക്കെ നല്ലപോലെ സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.